أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا لا تتخذوا اليهود والنصارى أولياء بعضهم أولياء بعض ومن يتولهم منكم فإنه منهم إن الله لا يهدي القوم الظالمين. ഹേ വിശ്വസിച്ചവരെ, യഹൂദികളെയും നസ്രാനി അഥവാ ക്രിസ്ത്യാനികളെയും നിങ്ങൾ ബന്ധുമിത്രങ്ങളാക്കി അഥവാ സഹായികളാക്കി വെക്കരുത്. അവരിൽ ചിലരുടെ തമ്മിൽ ബന്ധുമിത്രങ്ങളാകുന്നു. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരോട് മൈത്രി സ്ഥാപിക്കുന്ന പക്ഷം നിശ്ചയമായും അവൻ അവരിൽപ്പെട്ടവനായിരിക്കും. നിശ്ചയമായും അള്ളാഹു അക്രമികളായ ജനങ്ങളെ സന്മാർഗത്തിൽ ആക്കുകയില്ല. فَتَرَى الَّذِينَ فِي قُلُوبِهِم مَّرَضٌ يُسَارِعُونَ فِيهِمْ يقولون نخشى أن تصيبنا دائرة فعسى الله أن يأتي بالفتح أو أمر من عنده فيصبحوا على ما أسروا في أنفسهم نادمين. എന്നാൽ ഹൃദയങ്ങളിൽ ഒരു തരം രോഗമുള്ളവർ അവരുമായി മൈത്രി സ്ഥാപിക്കുന്നതിൽ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നതായി നിനക്ക് കാണാം. അവർ പറയുന്നു, ഞങ്ങൾക്ക് വല്ല അത്യാഹിതവും ബാധിക്കുന്നതിനെ ഞങ്ങൾ ഭയപ്പെടുന്നു. എന്നാൽ അള്ളാഹു വിജയത്തെ അല്ലെങ്കിൽ തൻ്റെ പക്കൽ നിന്നുള്ള മറ്റു വല്ല കാര്യത്തെയും കൊണ്ടുവരുമാറായേക്കാം. അങ്ങനെ അവർ തങ്ങളുടെ മനസ്സുകളിൽ രഹസ്യമാക്കി വെച്ചതിനെക്കുറിച്ച് അവർ ഖേദക്കാരായി തീർന്നേക്കും. ഇതവർ ഓർത്തിരിക്കട്ടെ. വാക്കർത്ഥങ്ങൾ: യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വസിച്ചവരെ, ലാ തത്തഖിദു, നിങ്ങൾ ആക്കരുത്, സ്വീകരിക്കരുത്, അൽ യഹൂദ, യഹൂദികളെ, വൻ നസ്വാറ, നസ്രാനി അഥവാ ക്രിസ്ത്യാനികളെയും, ഔലിയാ, മിത്രങ്ങൾ, ബന്ധുക്കൾ, ഉടയവർ, സഹായികൾ, കൈകാര്യക്കാർ, ബഅദുഹും, അവരിൽ ചിലർ, ഔലിയാ, മിത്രങ്ങളാകുന്നു, ബന്ധുക്കളാകുന്നു, ബഅദിൻ, ചിലരുടെ, വമൻ, ആരെങ്കിലും, യതവല്ലഹും, അവരോട് മൈത്രി സ്ഥാപിച്ചാൽ, അവരെ ബന്ധുവാക്കിയാൽ, മിൻകും, നിങ്ങളിൽ നിന്ന്, ഫഇന്നഹു, എന്നാൽ നിശ്ചയമായും അവൻ, മിൻഹും, അവരിൽപ്പെട്ടവനാണ്. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, ലാ യഹ്ദി, സന്മാർഗത്തിലാക്കുക അല്ലെങ്കിൽ വഴി ചേർക്കുക ഇല്ല, അൽ ഖൗമ, ജനങ്ങളെ, അദ്ദാലിമീൻ, അക്രമികളായ. ഫതറ, എന്നാൽ നീ കാണും, നിനക്ക് കാണാം, അല്ലദീന, യാതൊരുവരെ, ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിലുണ്ട്, മറദുൻ, ഒരു രോഗം, വല്ല രോഗവും, യുസാരിഊന, അവർ ധൃതി കൂട്ടുന്നതായി, ഫീഹിം, അവരിൽ, യഖൂലൂന, അവർ പറയുന്നു, പറഞ്ഞുകൊണ്ട്, നഖ്ഷ, ഞങ്ങൾ ഭയപ്പെടുന്നു, അൻ തുസീബന, ഞങ്ങളെ ബാധിക്കുമെന്ന്, ദാഇറത്തുൻ, വല്ല അത്യാഹിതവും, ഫഅസല്ലാഹു, എന്നാൽ അല്ലാഹു ആയേക്കാം, അൻ യഅ്തിയ, വരുവാൻ, ബിൽ ഫത്ഹി, വിജയം കൊണ്ട്, ഔ അംരിൻ, അല്ലെങ്കിൽ വല്ല കാര്യവും, മിൻ ഇൻദിഹി, തൻ്റെ പക്കൽ നിന്ന്, ഫയുസ്ബിഹു, അങ്ങനെ അവരായിത്തീരും, ആയിരിക്കുക, അലാ മാ അസറു, അവർ രഹസ്യമാക്കി വെച്ചതിനെപ്പറ്റി, ഫി അൻഫുസിഹിം, അവരുടെ സ്വന്തങ്ങളിൽ, മനസ്സുകളിൽ, നാദിമീൻ, ഖേദിക്കുന്നവർ, ഖേദക്കാർ. ويقول الذين آمنوا أهؤلاء الذين أقسموا بالله جهد أيمانهم إنهم لمعكم حبطت أعمالهم فأصبحوا خاسرين. വിശ്വസിച്ചവർ അപ്പോൾ പറയുകയും ചെയ്യും, തങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയാണ് എന്ന്. തങ്ങൾക്ക് കഴിയും പ്രകാരം അള്ളാഹുവിൽ സത്യം ചെയ്ത് ഉറപ്പിച്ചവർ ഇക്കൂട്ടരാണോ? അതെ, അവരുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി. അങ്ങനെ അവർ നഷ്ടക്കാരായി തീർന്നിരിക്കുകയാണ്. വാക്കർത്ഥങ്ങൾ: വയഖൂലു പറയുകയും ചെയ്യും, അല്ലദീന ആമനു
വിശ്വസിച്ചവർ. അഹാ ഉലായി ഇക്കൂട്ടരോ, അല്ലദീന യാതൊരു കൂട്ടർ, അഖ്സമു അവർ സത്യം ചെയ്തു ഉറപ്പിച്ചു, ബില്ലാഹ് അള്ളാഹുവിനെ കൊണ്ട്, അള്ളാഹുവിൽ, ജഹ്ദ കഴിവത്, ഞെരുങ്ങിയത്, അധ്വാനം, ഐമാനിഹിം തങ്ങളുടെ സത്യങ്ങളിൽ, ജഹ്ദ ഐമാനിഹിം തങ്ങളുടെ കഴിവു പ്രകാരമുള്ള സത്യം, ഇന്നഹും നിശ്ചയമായും അവർ, ലമഅക്കും നിങ്ങളുടെ കൂടെ തന്നെ എന്ന്, ഹബിത്വത് പൊളിഞ്ഞു, നിഷ്ഫലമായി, അഅ്മാലുഹും അവരുടെ പ്രവർത്തികൾ, ഫഅസ്ബഹു അങ്ങനെ അവരായിത്തീർന്നു, ഖാസിരീൻ നഷ്ടപ്പെട്ടവർ. ഇസ്ലാമിന് ശക്തിയും പ്രതാപവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ശത്രുക്കളുടെ ശക്തി ക്ഷയിച്ചു കഴിഞ്ഞിട്ടില്ല. മദീനയിലെ പ്രധാന ശത്രുക്കൾ യഹൂദികളും രണ്ടാമതായി ക്രിസ്ത്യാനികളുമാണ്. സത്യവിശ്വാസം ഹൃദയത്തിൽ കടന്നിട്ടില്ലാത്ത കപടവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും ഭാവിയെപ്പറ്റി അവർക്ക് സംശയമാണ്. യഹൂദികളും ക്രിസ്ത്യാനികളുമാകട്ടെ അവരുടെ ദൃഷ്ടിയിൽ മുമ്പേ കെട്ടുറപ്പും ശക്തിയുമുള്ള സമൂഹവുമാകുന്നു. ആ സ്ഥിതിക്ക് അവസാനം മുസ്ലിങ്ങൾ പരാജയത്തിലും ശത്രുക്കൾ വിജയത്തിലും കലാശിക്കുകയാണെങ്കിൽ തങ്ങളുടെ ഭാവി അപകടത്തിലായിരിക്കുമല്ലോ. അതിനാൽ തങ്ങളുടെ ഭാവി സുരക്ഷിതമായിരിക്കുവാൻ വേണ്ടിയുള്ള മുൻകരുതലായി ശത്രുവിഭാഗത്തോട്, പ്രത്യേകിച്ചും യഹൂദികളോട് കപടവിശ്വാസികൾ വളരെ അണഞ്ഞ സ്നേഹബന്ധവും മൈത്രിയും പുലർത്തിപ്പോന്നിരുന്നു. ഇതിനെപ്പറ്റിയാണ് ഈ വചനങ്ങളിൽ പരാമർശിക്കുന്നത്. അടുത്ത ഭാവിയിൽ അള്ളാഹു മുസ്ലിങ്ങൾക്ക് പൂർണ്ണ വിജയം നൽകി ശത്രുക്കളെ നാമാവശേഷമാക്കുകയോ അല്ലെങ്കിൽ വേറെ വല്ല നടപടിയും എടുക്കുകയോ ചെയ്തേക്കാം. ആ അവസരത്തിൽ ഹൃദയത്തിന് രോഗം ബാധിച്ചവരായ ഈ കപടന്മാർ ഖേദത്തിലാകും. അവർ മിത്രങ്ങളാക്കി വെച്ച ആ ശത്രുക്കൾ അവരെ സഹായിക്കുവാൻ ഉണ്ടായിരിക്കയില്ല. മുസ്ലിങ്ങൾ അവരെ വിശ്വസിക്കുകയുമില്ല. അപ്പോൾ അതുവരെ തങ്ങൾ സ്വീകരിച്ച സ്വകാര്യ അടവുകളെല്ലാം തങ്ങൾക്ക് നഷ്ടം വരുത്തുകയാണ് ഉണ്ടായതെന്ന് അവർക്ക് ബോധ്യമാകും എന്നൊക്കെ അള്ളാഹു അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഒടുക്കം സംഭവിച്ചതും അതുതന്നെയാണല്ലോ. തങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയാണെന്ന് സത്യം ചെയ്തു പറഞ്ഞവർ ഇവരാണോ എന്ന് സത്യവിശ്വാസികൾ പറയുന്നതിൻ്റെ താൽപ്പര്യം രണ്ടു വിധത്തിലാവാം. ഒന്ന്, ഞങ്ങളും നിങ്ങളോടൊപ്പം മുസ്ലിങ്ങളാണെന്ന് സത്യം ചെയ്തു പറഞ്ഞുകൊണ്ട് മുസ്ലിം വേഷം അണിഞ്ഞവരാണോ ഇവർ എന്നും. രണ്ട്, ഞങ്ങൾ നിങ്ങളുടെ പക്ഷത്താണുള്ളത്, ഇസ്ലാമിൻ്റെ വേഷം താൽക്കാലികമായ കാര്യലാഭത്തിനു വേണ്ടി സ്വീകരിച്ചതാണ് എന്ന് ശത്രുവിഭാഗങ്ങളോട് സത്യം ചെയ്തു പറഞ്ഞവരാണോ ഇവർ എന്നും. രണ്ടായാലും അവരെക്കുറിച്ചുള്ള ഒരു പരിഹാസവാക്കാണത്. അവരുടെ പ്രവർത്തികൾ നിഷ്ഫലമായി എന്നും അവർ നഷ്ടക്കാരായി എന്നും പറഞ്ഞതിൽ അവരുടെ ഗൂഢപ്രവർത്തനങ്ങളും കൂട്ടുകെട്ടുകളും പൊളിഞ്ഞുപോയതും മുസ്ലിങ്ങളെന്ന നാട്യത്തിൽ അവർ ചെയ്ത നമസ്കാരം, നോമ്പ് പോലെയുള്ള സൽക്കർമ്മങ്ങൾ വിഫലമായി തീരുന്നതും ഉൾപ്പെടുന്നു. വേദക്കാരായ ശത്രുക്കളുമായി മൈത്രിബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്നതിനെ പറ്റിയാണ് ഈ വചനങ്ങളിൽ അള്ളാഹു ആക്ഷേപിച്ചത്. മുശ്രിക്കുകളെ ബന്ധുമിത്രങ്ങളാക്കി വെക്കുന്നതിനെപ്പറ്റി താഴെ വചനങ്ങളിലും മറ്റും വേറെ തന്നെ പ്രത്യേകം പ്രസ്താവിക്കുന്നുണ്ട്. മദീനയിലെ വേദക്കാരല്ലാത്തവർ അഥവാ അറബികൾ പൊതുവിൽ മുസ്ലിങ്ങളുമാണ്. അവരിൽ കുറേ ആളുകൾ കപടവിശ്വാസികളായുണ്ടെന്ന് മാത്രം. തൊട്ട അയൽവാസികളായ യഹൂദവർഗം അവിടത്തെ അറബികളെ അപേക്ഷിച്ച് മുമ്പേ ശക്തിയും പ്രതാപവും ആർജിച്ചവരായിരുന്നതുകൊണ്ട് ചിരകാലമായി അറബികൾ അവരോട് മിത്രബന്ധം പുലർത്തിപ്പോരുകയും അവർക്ക് വിധേയരായിത്തീരുകയും ചെയ്തിരുന്നു. ഇസ്ലാം വന്നപ്പോൾ സത്യവിശ്വാസികളുടെ ആ ബന്ധത്തിന് വിരാമമിട്ടു. യഹൂദികളുമായി വളരെ അണഞ്ഞു ബന്ധപ്പെട്ടിരുന്ന ആളും അവരിൽ വളരെ സ്വാധീനമുണ്ടായിരുന്ന ഒരു നേതാവുമായിരുന്നു ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു. യഹൂദികളോട് എനിക്കുള്ള ബന്ധം ഇതാ ഞാൻ ഉപേക്ഷിക്കുന്നുവെന്ന് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ പരസ്യമായി പ്രഖ്യാപിക്കുക തന്നെ ചെയ്തു. അതേ സമയത്ത് അവസരവാദികളായ കപടവിശ്വാസികൾ സ്വഭാവേന ആ പഴയ ബന്ധം നിലനിർത്തുവാനും പുതുക്കിക്കൊണ്ടിരിക്കുവാനും മുതിർന്നു. അതിൽ മുൻകൈയെടുത്തത് അവരുടെ നേതാവായ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് തന്നെ. ഉബാദത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞതിന് നേരെ വിപരീതമായി അള്ളാഹു ചൂണ്ടിക്കാട്ടിയതുപോലെ എനിക്ക് അവരുമായുള്ള ബന്ധം മുറിക്കുവാൻ സാധ്യമല്ലെന്നും മറ്റും പറയുകയാണ് ഇയാൾ ചെയ്തത്. രണ്ടുപേരെയും സംബന്ധിച്ച ഈ വിവരം ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചു കാണാം. എന്നാൽ ഈ വചനങ്ങൾ അവതരിക്കുന്ന കാലത്ത് ക്രിസ്ത്യാനികളുമായി മദീനയിലെ അറബികൾക്കോ കപടവിശ്വാസികൾക്കോ വല്ല പ്രത്യേക ബന്ധവും ഉണ്ടായിരുന്നതായി അറിയപ്പെടുന്നില്ല. ഇവിടെയാകട്ടെ യഹൂദികളോടും ക്രിസ്ത്യാനികളോടും ബന്ധം സ്ഥാപിക്കുന്നതിനെപ്പറ്റി ഒരേ രീതിയിലാണ് അള്ളാഹു വിരോധിച്ചിരിക്കുന്നതും.
അതിന് കാരണവും അള്ളാഹു തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അവരിൽ ചിലർ ചിലരുടെ ബന്ധുമിത്രങ്ങളാണ്. ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ് എന്ന്. അതായത് യഹൂദികളും ക്രിസ്ത്യാനികളും തമ്മിൽ ആഭ്യന്തരമായി നോക്കുമ്പോൾ ഇരു കൂട്ടർക്കുമിടയിൽ എത്രയോ അകൽച്ചയും വെറുപ്പും ഉണ്ടെങ്കിൽ പോലും മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനും എതിരിൽ അവർ മിത്രങ്ങളും പരസ്പര സഹായികളും തന്നെയായിരിക്കും എന്ന് സാരം. ഈ യാഥാർത്ഥ്യം ചിലപ്പോഴൊക്കെ പ്രത്യക്ഷത്തിൽ പ്രകടമായി കാണാറില്ലെങ്കിലും അവർക്ക് ആവശ്യമായി തോന്നുന്ന സന്ദർഭങ്ങളിൽ രണ്ടു കൂട്ടരും ഇസ്ലാമിനെതിരിൽ യോജിച്ചു കൊണ്ടിരിക്കുന്നതിന് കഴിഞ്ഞ കാലങ്ങളിൽ പല ഉദാഹരണവുമുണ്ട്. മർഹൂം സയ്യിദ് ഖുതുബ് ചൂണ്ടിക്കാട്ടിയതുപോലെ 200 കൊല്ലക്കാലം നീണ്ടുനിന്ന കുരിശുയുദ്ധങ്ങളിലും അന്തലൂസിയായിലും അബീസീനിയായിലും സോമാലിയയിലും എറിത്രിയയിലുമൊക്കെ അതിനവർ മാതൃക കാണിച്ചിട്ടുണ്ട്. വേണ്ട, മുസ്ലിം ലോകത്തിന് ആകമാനം ഒരു തീരാ പ്രശ്നമായി തീർന്നിട്ടുള്ള ഫലസ്തീനിലെ യഹൂദരാഷ്ട്രത്തിൻ്റെ സ്ഥാപകന്മാരും രക്ഷകർത്താക്കളും സഹായികളുമെല്ലാം ക്രിസ്ത്യാനികളെന്ന് പറയപ്പെടുന്നവരല്ലാതെ മറ്റാരാണ്? പോരാ, നിർമ്മത നിരീശ്വരവാദികളോ ബഹുദൈവ വിശ്വാസികളോ മുസ്ലിങ്ങൾക്കെതിരിൽ യുദ്ധകാഹളം ഊതുമ്പോൾ അവർക്ക് മുമ്പിലും പിമ്പിലും ചൂട്ടുപിടിച്ചു കൊടുക്കുകയല്ലാതെ ഒരു ദൈവിക മതത്തിൻ്റെ ആൾക്കാരെന്ന നിലക്ക് അവർക്കെതിരെ മുസ്ലിങ്ങളെ അവർ സഹായിച്ച സംഭവം കാണുവാൻ പ്രയാസം. വല്ലതുമുണ്ടെങ്കിൽ അത് താൽക്കാലികമോ രാഷ്ട്രീയമോ ആയ വല്ല ലക്ഷ്യത്തെയും മുൻനിർത്തിയായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ വേദക്കാർക്ക് അവർ വേദഗ്രന്ഥത്തിൻ്റെ ആൾക്കാരെന്ന നിലക്ക് ചില പ്രത്യേകതകൾ മുസ്ലിങ്ങൾ കൽപ്പിക്കുന്നുണ്ടെങ്കിലും മുസ്ലിങ്ങളെ ആ നിലക്ക് അവർ കണക്കാക്കാറില്ല എന്നത്രേ ചരിത്രം കാണിച്ചു തരുന്നത്. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരോട് മൈത്രി ബന്ധം സ്ഥാപിക്കുന്ന പക്ഷം അവനും അവരുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. ഒമയ്യവല്ലഹും മീക്കും എന്നു പറഞ്ഞ വാക്യം വളരെ ശ്രദ്ധേയമാകുന്നു. ഇസ്ലാമിൻ്റെ ശത്രുക്കളും അള്ളാഹുവിൻ്റെ ശത്രുക്കളുമായ അവരോടുള്ള മനസ്സിൻ്റെ അടുപ്പവും ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടുമുള്ള അതിൻ്റെ അകൽച്ചയുമാണല്ലോ അത് കുറിക്കുന്നത്. അപ്പോൾ വേദക്കാരുടെ അതേ നില തന്നെയാണ് അവരുടേതും എന്ന് പറയാം. ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും എതിരെ പകയും വിദ്വേഷവും പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഏത് കൂട്ടരോടും അണഞ്ഞ സ്നേഹബന്ധം പുലർത്തുന്ന എല്ലാ മുസ്ലിങ്ങളുടെയും സ്ഥിതി ഇതുതന്നെ. വേദക്കാരോടെന്നല്ല, അമുസ്ലിങ്ങളായ എല്ലാവരോടും രഞ്ജിപ്പിലും മമതയിലും വർത്തിക്കേണ്ടതാണെന്നുള്ള വിധിയും ഇസ്ലാമിനോട് പകയും ശത്രുതയും വെച്ചുകൊണ്ടിരിക്കുന്നവരെ മിത്രങ്ങളാക്കി സ്വീകരിക്കരുതെന്ന വിധിയും വെവ്വേറെയാണെന്നും ഒന്നൊന്നിന് എതിരല്ലാത്തതാണെന്നും ഓർമ്മിക്കേണ്ടതുണ്ട്.